എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് നൽകിയ ആ പ്രത്യേക പ്രാർത്ഥന, ദുരിതമനുഭവിക്കുന്ന എൻ്റെ മക്കൾക്ക് ഒരു പ്രാർത്ഥന എഴുതി കൊടുക്കുക. ഇതുവഴി ഞാൻ അവരെ ആശ്വസിപ്പിക്കും, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കും എന്ന ദൈവത്തിൻ്റെ ആ അരുളപ്പാടനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി നാം ആ പ്രാർത്ഥന ചൊല്ലുകയാണ്. ഇനി ആ പ്രാർത്ഥനയുടെ അന്തരാർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുക. തിരുവചനങ്ങളാണ് അതിൽ കോർത്തിണക്കിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ മംഗളവാർത്ത മാതാവേ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്ന് പറഞ്ഞത്. ഇത് ഈശോ പറഞ്ഞു കൊടുത്തതാ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു കൊടുത്തു വിട്ടതാ. അങ്ങനെയുള്ള ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ മംഗളവാർത്താ മാതാവ്, അതായത് മംഗളവാർത്ത മാത്രം ആ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുള്ളൂ. അവളെപ്പോഴും മംഗളവാർത്ത നൽകുന്നവളാണ്. ഞാനിതിനെക്കുറിച്ച് ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ 1-ാം ദിവസവും സൂചിപ്പിച്ചിരുന്നു. ഒന്നുകൂടി ഞാനത് വ്യക്തമായിട്ട് പറയുകയാണ്. സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അമ്മ എന്ന് നാം വിളിക്കപ്പെടാൻ അർഹതപ്പെട്ടവരാണ്. നമ്മുടെ അമ്മേനെ നമ്മൾ പേര് വിളിക്കുമോ? ബഹുമാനവും സ്നേഹവും ഉള്ളവരൊന്നും സ്വന്തം അമ്മേനെ പേര് വിളിക്കുകയല്ല, അന്യർ വിളിക്കുന്ന പോലെ മറിയമേ എന്ന്. അത് ദൂതനാണ്, ദൈവദൂതനാണ്. അതും ഗബ്രിയേൽ, മുഖ്യദൂതന്മാരിൽ ഒരാളായ ഗബ്രിയേൽ വന്ന് ഈ 13 വയസ്സുകാരി അല്ലെ 12 വയസ്സുകാരി പെണ്ണിനോട് പറഞ്ഞത്, അവളുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം പറഞ്ഞയച്ചപ്പോൾ അവളുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തു. മറിയമേ, നീ ഭയപ്പെടേണ്ട. കണ്ടോ, പേര് പോലും പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാതെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്ക് സമ്മാനമായി തന്ന, വേദന കൊണ്ട് പുളയുമ്പോൾ നമുക്ക് സമ്മാനമായി തന്ന ആ പരിശുദ്ധ അമ്മ നമുക്കിന്നും അമ്മയാണ്. അപ്പം നമ്മൾ അമ്മയെന്ന് വിളിക്കണ്ടേ? അതുകൊണ്ടാണ് സ്നേഹപൂർവ്വം നമ്മൾ ഇതിൽ ഈ പ്രാർത്ഥനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. എന്നോട് പറഞ്ഞല്ലോ ഈശോ, ഇനി ഈ മാതാവിനെ ഇങ്ങനെ അറിയപ്പെടണം, പരിശുദ്ധ മംഗളവാർത്താ മാതാവെന്ന്. അപ്പം നമ്മൾ പേര് മറിയമേ മറിയം അങ്ങനെ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതൊരു ബഹുമാനക്കുറവ് പോലെ. മറ്റേത് സ്വർഗത്തിൽ നിന്നുള്ള ദൂതൻ പറഞ്ഞതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അത് അതേപടി നമ്മൾ ആവർത്തിക്കുന്നു, അതനുസ്മരിക്കുന്നു. ഇത് നമ്മൾ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച അമ്മ നമ്മളെ കുഞ്ഞുങ്ങളായി, മക്കളായി സ്വീകരിച്ചു, നാം അമ്മയെ സ്വീകരിച്ചു. യോഹന്നാൻ തൻ്റെ ഭവനത്തിൽ അവളെ അമ്മയായി സ്വീകരിച്ചു. അമ്മ മകനെ സ്വന്തം പുത്രനായി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് അർത്ഥവത്താകുകയാണ്. അപ്പോൾ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് പലർക്കും ചിന്താ പ്രോബ്ലം ഉണ്ട്, അല്ലേ? പ്രശ്നങ്ങളുണ്ട്. എന്താ അമ്മയെന്ന് പറയുന്നത്? മറിയമേന്നല്ലേ നമ്മുടെ പ്രാർത്ഥന പഠിപ്പിച്ച്. അപ്പോൾ ഇനി ആ പ്രോബ്ലം പ്രശ്നമൊക്കെ അവസാനിച്ചോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മയോട് കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് നമ്മൾ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അമ്മ അത്രയ്ക്കും ഉന്നതയായിട്ട് ദൈവപിതാവ് കണ്ടുവച്ചു, ഉയർത്തി എന്നൊക്കെ നമ്മൾ ആദ്യമേ തന്നെ അമ്മയോട് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ കാര്യം ഈശോയോട് ചോദിച്ച് നിർബന്ധിച്ച് ഞങ്ങൾക്ക് എത്രയും വേഗം, കുറച്ച് കാലതാമസം എടുക്കാൻ ഞങ്ങളുടെ വിശ്വാസക്കുറവുണ്ട്, ഞങ്ങളുടെ യോഗ്യതക്കുറവുണ്ട്, അതുകൊണ്ടൊക്കെ ചിലപ്പം ഞങ്ങൾക്ക് താമസം വന്നേക്കാം. ആ താമസം നേരിടാതിരിക്കാനാണ് നമ്മൾ അമ്മയുടെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് അമ്മയോട് കൂടെയുണ്ട്. അതുകൊണ്ട് അമ്മ പറയണം എന്ത്? ഈശോയുടെ പ്രേക്ഷിതനായി തീരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്.
ഈശോയുടെ പ്രേക്ഷിതനായി തീരാനും പ്രേക്ഷിതയായി തീരാനും എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യം, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ നമ്മളെന്താ പറയുക? നന്ദി പറയുമല്ലേ? അപ്പം നമ്മൾ അയ്യോ, എൻ്റെ ഏറ്റവും കടുത്ത പ്രയാസത്തിൽ എന്നെ സഹായിച്ച ഒരാളാണ് അത്, എനിക്ക് മറക്കാൻ പറ്റിയല്ല. അവൻ്റെ പേര് വേണമെങ്കിൽ പറയും, ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ച് വച്ചിരിക്കുക. അത് ഓർത്ത് അവന് നന്മ കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറയുകയാണ്, നമുക്ക് ഈശോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അമ്മ മേടിച്ചു തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഈശോയുടെ പ്രേക്ഷിതരായി തീരും. ആ ഒരു ഇന്നർ മീനിങ് വെച്ചുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഉൾക്കാമ്പിൽ ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ നൊവേനയുടെ ആരംഭത്തിൽ തന്നെ 3 കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചോ. അത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ രാത്രിയിൽ കർത്താവ് അതിൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം നീക്കിത്തരും. പരിശുദ്ധ അമ്മ അവിടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഈശോയിൽ നിന്ന് നമുക്ക് തരാനായിട്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ച ആ കാര്യങ്ങളുടെ പ്രതിബന്ധങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരും. അത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്തുന്നതാണെങ്കിൽ ആ ഉപദ്രവകാരിയായ സംഭവങ്ങളെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടെങ്കിൽ ആ അപകട സാധ്യതകളെ മാറ്റിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നിറവേറ്റിത്തരും. അതാണ് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ ചെയ്യുന്ന ജോലി കേട്ടോ. അല്ലാണ്ട് അമ്മ ദൈവത്തേക്കാൾ വലുതാണെന്നോ അതിനൊന്നും അർത്ഥമില്ല. ഈശോയാണ് നമുക്ക് ഏറ്റവും വലിയ ആൾ, അതിന് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എലീശയുടെ അടുത്ത് ചെന്നപ്പോൾ എലീശമ്മ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എനിക്കെന്ത് യോഗ്യത, എനിക്ക് ഭാഗ്യമുണ്ടായി അതിന് എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ നമ്മൾ അത് ഓർത്തുകൊണ്ട് പറയുകയാണ്, സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉത്തരത്തിന് ഫലമായ ഈശോയുടെ പ്രേക്ഷിതരായി തീരുവാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പ്രേക്ഷിതയായി തീരുവാൻ നമ്മളെ സഹായിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അനുഗ്രഹവും തരും ഇല്ലേ? അമ്മയും അപ്പനും നമ്മളെ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം തലേ കൈവച്ച് അനുഗ്രഹിക്കില്ലേ? അതിന് അനുഗ്രഹം എന്നാണ് പറയുക കേട്ടോ. മനസ്സിൽ നല്ല സംതൃപ്തിയോടെ, നല്ല സന്തോഷത്തോടെ, നല്ല സമാധാനത്തോടെ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് ഭാവി നല്ലതായി തീരണം, അല്ലെങ്കിൽ നല്ല ഫലമണിയണം, അത് വളർന്ന് പുഷ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അമ്മയും അപ്പനും സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ പ്രത്യേകമായിട്ട് അതൊരു ചടങ്ങ് പോലെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹമാണ്. ചിലപ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്നോ, അവർ മരിക്കുന്ന നേരത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്, അത് മരിക്കുന്ന നേരത്ത് അനുഗ്രഹങ്ങൾ തരുന്ന അമ്മയും അപ്പനും ഒക്കെ ഉണ്ട്. അത് കിട്ടാനുള്ള ഒരു ഭാഗ്യം കൂടി വേണം നമുക്ക്. ആ സമയത്ത് നമ്മളുണ്ടാവണം. അല്ലെങ്കിൽ അത് നേരത്തെ ചോദിച്ചു വാങ്ങാനായിട്ട് നമുക്ക് പറ്റും. അതല്ലേ പിന്നെ യാക്കോവും പിന്നെ ആരാണ് ഏസാവും കാണിച്ചത്? അപ്പൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് എന്താ ചെയ്ത്? കൂനിഷ്ഠ ബുദ്ധി ഉപയോഗിച്ചു അമ്മ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് കുറേ ദുരിതങ്ങളിൽ കൂടെ അവർ കടന്നുപോയി അല്ലേ? അപ്പോൾ അങ്ങനെ കുനിഷ്ഠബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് നമുക്ക്
അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ഒക്കെ വഴിയേ കിട്ടും. കുനിഷ്ടബുദ്ധി വേണ്ട. അപ്പം നമ്മൾ ഒത്തിരി കടമ്പകൾ, കുനിഷ്ടിൻ്റെ പരിഹാരമായിട്ട് കുറേ കഷ്ടതയുടെ കടമ്പകൾ കടക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് പ്രേക്ഷിതയായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന്. നാളെ മറ്റേ പ്രാർത്ഥനയുടെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ വീഡിയോ കുറേ നീണ്ടു പോകും.